ഹലോ ഗൈസ്, അപ്പോൾ കപ്പ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും കപ്പ കൊണ്ട് എന്തോ ഒരൈറ്റാണ്. അതെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പപ്പുട്ടാണ്. അപ്പോൾ എപ്പോഴും അരിപ്പുട്ടും ഗോതമ്പ് പുട്ടൊക്കെ കഴിക്കുന്നവർ, എപ്പോഴും കഴിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അരിപ്പുട്ടോ ഗോതമ്പ് പുട്ടാണല്ലോ ഉണ്ടാക്കാറ്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് നിങ്ങൾ കപ്പപ്പുട്ട് ഉണ്ടാക്കി നോക്കൂ. ഇത് കറിയൊന്നും കൂടാതെ വെറുതെ കഴിക്കാൻ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കപ്പ കഴുകി വൃത്തിയാക്കി നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ. എന്നിട്ട് ഇത് ഒരു 2-3 വെള്ളത്തിലിങ്ങനെ കപ്പ നന്നായി കഴുകിയിട്ട് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് അതിൻ്റെ വെള്ളം നല്ലോണം കളഞ്ഞിട്ട് അതൊന്ന് മാറ്റി വെക്കണം. ഞാനിത് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നു, ഒരു കൈ കൊണ്ട് വെള്ളം കളയുന്നു. അതാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതാ അമ്മ നല്ലോണം വെള്ളം കളഞ്ഞ് വയ്ക്കുന്നുണ്ട് കപ്പ. ഒരു 2-3 വെള്ളത്തിൽ മതിയാവും. നമ്മൾ നല്ലോണം വെള്ളം കളഞ്ഞാലും അമർത്തി വെള്ളം കളഞ്ഞാലും എന്തായാലും കപ്പയിൽ കുറച്ച് വെള്ളമൊക്കെ ബാക്കി നിൽക്കും. എന്നിട്ട് നമ്മളിതാ കപ്പയുടെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടെ ഒരു വെള്ളത്തിനനുസരിച്ച് നമ്മളിങ്ങനെ അത് കുഴക്കുമ്പോൾ കപ്പയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അരിപ്പൊടി ചേർക്കുക വേണ്ടത്. അപ്പോൾ അരിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സാധാരണ പുട്ടിന് കുഴക്കുന്നത് പോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട്, ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുത്, ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ പുട്ടുണ്ടാക്കാറുള്ളത് അതുപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ പുട്ടും കുറ്റിയിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം. പിന്നെ ഇതാ നമ്മുടെ അരിപ്പൊടിയും കപ്പയും കൂടെ കുഴച്ച് വെച്ച ഇതുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇതാ 3 ലെയറായിട്ടാണ് ഞാനിവിടെ നിറച്ച് കൊടുക്കുന്നത്. നിങ്ങൾ 2 ലെയറായിട്ടാണെങ്കിൽ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, സാധാരണ നമ്മൾ നിറയ്ക്കുന്നത് പോലെ തന്നെ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഫുള്ള് നിറച്ചിട്ടുണ്ട്. ഇനി ഇത് ആവി കയറ്റാൻ വേണ്ടി വെക്കണം. നമ്മുടെ സോഫ്റ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, വെറുതെ കഴിക്കാൻ പോലും സൂപ്പർ ടേസ്റ്റാണ്. കറിയൊന്നും ഇല്ലെങ്കിൽ കൂടെ കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റായിട്ട് പറയണം കേട്ടോ. അപ്പം നമ്മുടെ ഇന്ന് പുട്ടിൻ്റെ കൂടെ കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കറിയുടെ റെസിപ്പി വരുന്നുണ്ട് കേട്ടോ. ഇത് ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കറിയും. ഇതിൻ്റെ റെസിപ്പി ഞാൻ വൈകാതെ ഇടുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ആ പുട്ടൊന്ന് പൊട്ടിച്ചേരാൻ വേണ്ടി പറഞ്ഞു. അതാണ് ഈ കഴിച്ച കൈ കൊണ്ട് പൊട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.